ശ്രീ എം വിജിൻ ആർമിറ്റ്. സർ, നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ്. UDFിൻ്റെ ജയത്തെ അഭിനന്ദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ പരാജയം പരിശോധിച്ച് തിരുത്തി കരുത്തോടെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. സർ, ഈ ഗവൺമെൻറ്റിൻ്റെ നയം കാണുമ്പോൾ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റാണ് സർ എനിക്ക് ഓർമ്മ വരുന്നത്. സൈക്കമോർ മരത്തിൽ അടിയിൽ സ്വപ്നത്തിലെ നിധി തേടിയുള്ള ആട്ടിടയനായ സാന്റിയാഗോയുടെ യാത്ര, ആ യാത്ര എത്ര കഠിനമായിരുന്നുവെന്ന് ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട്. ആ കഠിനമായ യാത്രക്കിടയിൽ സാന്റിയാഗോ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ച് ആൽക്കമിസ്റ്റ് നമ്മോട് പങ്കുവെക്കുന്നു. ഏറ്റവും ഒടുവിൽ യാത്രയുടെ അവസാനം, കഠിനമായ യാത്രയ്ക്കൊടുവിലാണ് സാന്റിയാഗോ തിരിച്ചറിയുന്നത് താൻ സ്വപ്നം കണ്ട അതേ സൈക്കമോർ മരം ആ തകർന്നു വീണ പള്ളിക്കകത്തായിരുന്നു നിധി എന്നതാണ്. സർ, വിദൂരമല്ലാത്ത ഭാവിയിൽ കേരള ജനത ഇടതുപക്ഷമെന്ന ആ നിധി തിരിച്ചറിയുക തന്നെ ചെയ്യും. ഞങ്ങൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. സർ, ഈ സർക്കാർ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ സർക്കാരിൻ്റെ നയം വ്യക്തമാവുകയാണ്. സർ, ജനക്ഷേമമല്ല ഈ സർക്കാരിൻ്റെ നയം, മറിച്ച് പ്രതികാര രാഷ്ട്രീയമാണ്, സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ്. ഇതിലേക്കുള്ള തുടക്കമാണ് ആദ്യ മാസങ്ങളിൽ തന്നെ ഈ ഗവൺമെൻറ് നയമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ സഭയിൽ തന്നെ സൂചിപ്പിച്ചു, കേരള ജനതയുടെ സ്വപ്നമായിരുന്നു ലൈഫ് പദ്ധതി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഗവൺമെൻറ് 5 ലക്ഷത്തിലധികം സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച പദ്ധതി. ആ പദ്ധതിയിൽ ഇപ്പോഴും 1,07,513 വീടുകൾ പ്രവൃത്തിയുടെ വിവിധ ഘട്ടത്തിലാണ്. ഈ സർക്കാർ നയമെന്താ? പാവങ്ങളുടെ സ്വപ്ന പദ്ധതിയായ അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നത്തെ തകർക്കുന്ന നയമാണ് സാർ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവങ്ങളുടെ സ്വപ്നത്തെ തകർക്കുന്ന ഘട്ടത്തിലേക്കാണ് ലൈഫ് പദ്ധതിയുമായി ഈ സർക്കാരിൻ്റെ നയം മുന്നോട്ട് പോകുന്നത്. സർ, കേരളത്തിൻ്റെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ 10 വർഷക്കാലം FHSC മുതൽ മെഡിക്കൽ കോളേജ് വരെ നമ്പർ 1 കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മാറ്റിയ ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായത്. എന്നാൽ ആ ഗവൺമെൻറ്റിനെ, അന്നത്തെ ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി വേട്ടയാടാൻ, വിചാരണ ചെയ്യാൻ മത്സരിച്ച ആളുകളാണ് സാർ ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നത്. അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുന്നേ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ എന്തൊക്കെയാ? ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ സാർ? മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മുറിവിൽ പുഴുവരിക്കുകയാണ് സാർ. എന്തേ വിചാരണയില്ലാത്തത്? എന്തേ തെരുവിൽ മത്സരം നടത്താൻ ഭരണപക്ഷത്തുള്ള അംഗങ്ങളാരും തയ്യാറാകാത്തത്? ആശുപത്രി കിടക്കയിൽ നിന്ന് രോഗി വീണ് മരിക്കുന്നതാണ് സാർ വാർത്തകൾ പുറത്തു വരുന്നത്. സ്വന്തം കാലിൽ നടന്ന ആശുപത്രിയിലേക്ക് വന്നവർ കിടപ്പിലായി മടങ്ങിപ്പോകുന്ന നിലയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം മാറുകയാണ് സാർ. എന്തേ വിചാരണയില്ലാത്തത്? എന്തേ ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന, അന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ, ഈ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ നമ്പർ 1 ആക്കിയ ആരോഗ്യമന്ത്രിയെ തെരുവിൽ വിചാരണ ചെയ്തവർ ഇപ്പൊ ഇവിടെ പരിഹസിക്കുന്നുണ്ടല്ലോ ഭരണപക്ഷത്തിന് അംഗങ്ങൾ. അതേ ആരോഗ്യമന്ത്രിയെ എന്തേ പുഴുവരിക്കുന്നത് നിങ്ങൾ കാണാതെ പോകുന്നത്? സർ, ഈ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനം പേരിന് പോലും ഉണ്ടോ സാർ? നിങ്ങൾ ഡീലിനെ കുറിച്ച് പറയുന്നു സാർ. കേരളത്തിന് ജനതയ്ക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സർക്കാരിന്റെ നയം കേന്ദ്രവുമായി BJPയുമായിട്ടുള്ള ഡീലിലേക്കുള്ള യാത്രയാണ്. അത് സത്യപ്രതിജ്ഞ മുതൽ കാണുകയാണ് സാർ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം, നേരത്തെ ആരോഗ്യരംഗം എന്ന പോലെ 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച UDF ഗവൺമെന്റ് പാഠപുസ്തകം കൊടുക്കാതെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഗവൺമെന്റിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഹൈടെക് ആക്കി ഉന്നത തലത്തിലേക്ക് നയിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു സാർ 10 വർഷം ഈ കേരളം ഭരിച്ചത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെ PM ശ്രീ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. PM ശ്രീയിൽ നിങ്ങൾ ഒപ്പുവെക്കുമോ ഇല്ലയോ? എന്താ നയം? ആ നയം ചോദിച്ചാൽ ഈ ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുന്ന നയമാണ് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ചോദ്യമാണ്, നിങ്ങളുടെ നേരിട്ട് ചോദ്യമാണ്. PM ശ്രീയിൽ നിങ്ങൾ ഒപ്പുവെക്കുമോ? കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് വെച്ച
ഒരു ഗവൺമെന്റ് ആണ് ഈ കേരളത്തിൽ 10 വർഷം ഉണ്ടായത്. നിങ്ങളിപ്പോ ആ നയം മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന നേരിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വന്ദേ മാതരം ഇന്നലെ കർണാടകത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ആ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ തുടർന്ന നയം ഇതാ കോൺഗ്രസ് രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധിയും ഖാഗെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ വന്ദേ മാതരം ഇന്നലെയും മുഴുവനായി എഴുന്നേറ്റ് നിന്ന് കർണാടകയിൽ കേൾക്കാണ്. സാർ, എവിടേക്കാണ് കോൺഗ്രസ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? BJPയുടെ ആലയിലേക്ക് നിങ്ങൾ പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് നയവും അവരുമായിട്ടുള്ള തുറന്ന ഡീലാണ് എന്ന് തന്നെയല്ലേ സാർ കാണുന്നത്? പിന്നെ നിങ്ങളുടെ മറ്റൊരു നയം എന്താ? നാം കണ്ടില്ലേ, കേരള സർവകലാശാലയിൽ SFI ജയിച്ചു. സ്വാഭാവികമായിട്ടും ആഹ്ലാദ പ്രകടനം ഉണ്ടാവും. ആ ആഹ്ലാദ പ്രകടനത്തിന് നേരെ KSU ആക്രമിക്കുന്നു. ആ ആക്രമിച്ച KSUക്കാരെ സംരക്ഷിക്കുന്ന പോലീസ് SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഗ്രനേഡ് വേട്ടയാടുകയാണ്. സാർ, ഇതാണോ നിങ്ങളുടെ നയം? ആ നയമാണ് നിങ്ങൾ തുടർന്നത്. എറണാകുളത്ത് ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നിങ്ങളുടെ പോലീസ് നടത്തിയ നയം നാം കാണുകയാണ്. അങ്ങനെ ഓരോ മേഖലയിലും 1 മാസത്തിനുള്ളിൽ ഈ കേരളത്തിന്റെ ജനതയുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന നിലപാടിലേക്ക് പോവാണ്. ഇവിടെ നേരത്തെ ഒരംഗം പ്രസംഗിക്കുമ്പോൾ പറയാ ED. എന്താ EDയുടെ കുറിച്ച് നിങ്ങളുടെ നിലപാട്? എന്താ EDയെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട്? നേരത്തെ തന്നെ ഈ കേരളത്തിലെ ജനത വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ഭാഗമുണ്ട്. കോൺഗ്രസിന് വാളയാർ ചുരത്തിനപ്പുറം EDയെ കുറിച്ചൊരു നയം, കേരളത്തിൽ മറ്റൊരു നയം. നിങ്ങളിപ്പോ പരിഹസിച്ചില്ലേ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്? ആ പ്രതിപക്ഷ നേതാവിനെ, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ BJP ഉപയോഗിക്കുന്ന ED ഉപയോഗിച്ച് എത്ര കാലമായി ആ കുടുംബത്തെയും പ്രതിപക്ഷ നേതാവിനെയും വേട്ടയാടാൻ ശ്രമം നടത്തുന്നത്? നിങ്ങൾ ആഘോഷിക്കുകയാണോ? എന്താ EDയെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എങ്കിൽ ഞങ്ങളൊന്ന് വ്യക്തമാക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാ പിണറായി വിജയൻ പങ്കുവച്ചതുപോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. ഒരു ED വന്നാലും ഒരു വേട്ടയാടം നടത്തിയാലും ഞങ്ങൾക്ക് ഭയമില്ല. പക്ഷേ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ അവിടെ ഒരു നയം, ഇവിടെ ഒരു നയം. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ നിങ്ങൾ ഓരോന്നും നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അവർക്ക് പറ്റിയ തെറ്റ് അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുണ്ട്. അധികാരത്തിന്റെ മത്തുമൂത്ത് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണ്. ഇന്നലെ ഏതോ ഒരു അംഗവിടെ പ്രസംഗിച്ചു ഭരണപക്ഷത്തിന് നിങ്ങൾ പൂക്കി ഗവൺമെന്റ് ആണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാം, ഈ നയവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പൂക്കി ഗവൺമെന്റ് കൂക്കി ഗവൺമെന്റായി മാറാൻ മാസങ്ങൾ പോലും വേണ്ടിവരില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്നവരോട് ഏതൊരു പിന്നോട്ട് പോക്കിലും ഏതൊരു തകർച്ചയിലും ജനങ്ങളെ കരുത്താക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഏതൊരു മരുഭൂമിയിൽ നിന്നും മുളപൊട്ടി പ്രതീക്ഷയുടെ പച്ചപ്പായി വരിക തന്നെ ചെയ്യും. ഈ കേരളത്തിന് മണ്ണിൽ കരുത്തോടെ ഇടതുപക്ഷം ഉണ്ടാകും, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.